ഒരു 9 മാസമായപ്പം മോള് മേലിൽ നിന്ന് താഴെ വീണുപോയി, തലകുത്തിനെയാണ് വീണത്. അപ്പം തന്നെ ഡോക്ടറെ അടുത്ത് അടുത്തുള്ളവർ കൂട്ടിയിട്ട് ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി. അപ്പോൾ അവർ കുട്ടി അല്ലാണ്ട് അപസ്മാരം പോലെ അളകുകയും ചെയ്തു. അപ്പം തന്നെ കൊണ്ടുപോയി അവിടെ നിന്ന് ട്രീറ്റ്മെൻറ്റ്. സലാം ഡോക്ടറായിരുന്നു, ബേബി മെമ്മോറിയൽ. ഞങ്ങളപ്പോൾ ഒരു ചിന്താളപ്പിലൊരു വീട്ടിലായിരുന്നു, 5 ബ്രദറും 5 സിസ്റ്റേഴ്സുകളായിട്ട്. അപ്പോൾ അങ്ങനെയായി അവർ പറഞ്ഞ് കുറച്ച് ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ടി വരും ഡോക്ടർ, എല്ലാ മാസവും അങ്ങനെ മാസക്കണക്ക് കുറേ വർഷങ്ങൾ കൊണ്ടുപോയി ഓരോ അത് സ്കാനിങ് അതിലൊക്കെ പറഞ്ഞു ബ്രെയിന് കുറച്ചും ഇതാണ്, അതിൻ്റെ മെഷീനൊക്കെ ഇവിടെ ഇല്ല, ഇപ്പോൾ നിങ്ങൾ തിരുവനന്തപുരത്തേക്കൊക്കെ ഞാൻ റെഫർ ചെയ്യും, കുറച്ച് ദിവസം. അങ്ങനെ 9 കൊല്ലം ബേബി നോക്കിയിട്ട് ആ ഡോക്ടർ തിരുവനന്തപുരത്തേക്ക് വിളിച്ച് പറഞ്ഞിട്ട്, രാധാകൃഷ്ണൻ ഡോക്ടറായിരുന്നു അവിടുത്തെ അപ്പത്തെ MD. അപ്പോൾ അവിടത്തേക്ക് ഞങ്ങളവിടെ പറഞ്ഞ് നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ തിരുവനന്തപുരത്തേക്ക് ഞാൻ റെഫർ ചെയ്യാൻ പറഞ്ഞിട്ട് അവർ എല്ലാ മെഡിക്കൽ സർട്ടിഫിക്കറ്റിൻ്റെ ഡീറ്റെയിലും ഇതെല്ലാം തന്നിട്ട്, ഞാനും 3ാമത്തെ ബ്രദറും എൻ്റെ അമ്മൻ്റെ നാട് കോട്ടയത്തു നിന്ന് മാമൻ്റെ മോനെയും കൂട്ടി തിരുവനന്തപുരം ശ്രീ ചിത്രയിലേക്ക് പോയി. 4 വർഷം നോക്കി. അപ്പോഴേക്കും അവർക്ക് റിസൾട്ടൊക്കെ കിട്ടിയപ്പോൾ അവർ പറഞ്ഞു, ഇത് റിസ്ക് എടുക്കുന്ന ഓപ്പറേഷനാണ്, എല്ലാവരും സൈൻ വേണം, ആരൊക്കെ ഉണ്ടോ. അപ്പോൾ ഏട്ടൻ പറഞ്ഞു അത് വേണ്ട, റിസ്ക് എടുത്തിട്ട് ഞങ്ങൾ ആരും ഒപ്പിട്ടുന്നിട്ട് നാളെ അതൊരു ഇതാവണ്ട, മോൾ ഇങ്ങനെ തന്നെ ജീവിക്കുന്ന കാലം വരെ ജീവിച്ചിട്ടോ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ വന്നിട്ട് ബേബിയിൽ ചോദിച്ചപ്പം പറഞ്ഞു, ഇനി ഇവിടുത്തെ ട്രീറ്റ്മെൻറ്റ് അവൾക്ക് വേണ്ട, മെഡിക്കൽ കോളേജിൽ ഒരു ജെയിംസ് ജോസ് എന്ന് പറഞ്ഞിട്ട് പ്രൊഫസറാണ്, ആ ഡോക്ടറെ അടുത്ത് മാസം പോയാൽ മതി, അവർ പറയുമെന്ന് പറഞ്ഞിട്ട് ഈ മെഡിക്കൽ റിപ്പോർട്ടൊക്കെ എടുത്ത് നടക്കാവ് വീട്ടിലേക്ക് പോയി. ഞാനും ബ്രദറൊക്കെ വീട്ടിൽ പോയി കണ്ടപ്പോൾ അവർ പറഞ്ഞു, ഇല്ല നമുക്കിപ്പോൾ റിസ്ക് എടുക്കാൻ പറ്റില്ല, അവളുള്ളത് വരെ മെഡിസിൻ ഞാൻ തന്നുകൊണ്ടിരിക്കുക, വന്ന് വാങ്ങി നിങ്ങൾ 3 മാസം കൂടുമ്പോൾ വന്ന് 2 പ്രാവശ്യം അവളെ കണ്ടു, ഇനി മോളെ എടുത്തിട്ട് വരണ്ട, ഞങ്ങൾക്ക് അവളെ അവസ്ഥ അറിയാം പറഞ്ഞിട്ട് ഇപ്പം അങ്ങനെ 5-6 കൊല്ലമായിട്ട് ഒരേ ട്രീറ്റ്മെൻറ്റ് തന്നെയാണ്. 23 കൊല്ലമായി ബ്രദർമാരെല്ലാവരും നോക്കി, ഇവരെല്ലാം പൈസ അയച്ചു തരും, മോക്ക് മരുന്നിന് എല്ലാവരും അയച്ചു തരും. അങ്ങനെയായി 4 ബ്രദറും മരിച്ചു. പിന്നെ ഇവളെ താളം തെറ്റി. ഇപ്പോൾ അവർക്ക് ജോലിയില്ല, അവരെന്നെ അങ്ങനെയൊക്കെ അവരെ കൂടെ ഞാനും വന്നതാണ്. ഞാൻ ഒരു വാടകയ്ക്ക് എടുത്തിട്ട് ഉണ്ടായിരുന്നു, ഇപ്പം എനിക്ക് അതിനുള്ള ഇതില്ല, വാടക ഒഴിഞ്ഞു, എല്ലാം ഇതിൽ കഴിഞ്ഞു, മാസം ഉള്ളത് അഡ്വാൻസിൽ കഴിഞ്ഞു. അപ്പോൾ ഞാൻ ബ്രദറോട് പറഞ്ഞു കുറച്ച് ദിവസം ഇവിടെ നിൽക്കാൻ, നമുക്ക് എന്തെങ്കിലും ഓപ്ഷൻ എടുക്കാം, എന്നിട്ട് ഞാൻ മാറാൻ പറഞ്ഞിട്ട് ഇപ്പം വന്ന് 6 മാസമായി. ഉഷാദേവി ഇവിടെ കൗൺസിൽ അവരാണ്, വന്ന് നോക്കി എല്ലാം ശരിയാക്കി തരാം അങ്ങനെയൊക്കെ പറഞ്ഞു. പിന്നെ അവർ ബാക്കപ്പായി, ഇനി എവിടെയെങ്കിലും ഫ്ലാറ്റ് കെട്ടുമ്പോൾ നിങ്ങൾക്ക് സാങ്ഷനോ. പിന്നെ ഓപ്പറേഷനിൽ പോയി ചോദിക്കുമ്പോൾ പറയും ആയിട്ടില്ല, പണി നടക്കുന്നില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് തിരിച്ചയക്കും. പോയി ഞാൻ ഈ ഇടത്തിമ്മയും പോകും, കോപ്പറേഷനിൽ ആകുമ്പം വിളിക്കും. പിന്നെ അത്ര വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ കയറി ഇറങ്ങി ഇപ്പം ഞാൻ പോകാറുമില്ല. വിളിച്ച് ചോദിക്കും പിയ്യനോട്, ആയിട്ടില്ല, ആകുമ്പോൾ നിങ്ങൾ അറിയിക്കും, ഒന്നും തുടങ്ങിയിട്ടില്ല, അതൊക്കെ 5-6 വർഷമാവും എന്നൊക്കെ പറയും പിയ്യ. ഞാൻ പിന്നെ അതിൽ മെനക്കെട്ടില്ല, കുറേ നടന്നു ഞാനും ഇടത്തിമ്മി. ഇതൊരു സമർപ്പണമാണ്. കഴിഞ്ഞ 23 വർഷക്കാലമായി ഒരമ്മ ഒരു മകൾക്ക് വേണ്ടി മാറ്റിവെച്ച ജീവിതം. പ്രതീക്ഷയുള്ള ഈ ജീവിതങ്ങൾക്ക് സഹായമാണ് വേണ്ടത്. കോഴിക്കോട് നിന്നും കെ ശശീന്ദ്രൻ, ETV ഭാരത്.